അങ്ങനെ ശ്രീനിവാസനും പോയില്ലടാ. ലെജൻഡ് ആയിരുന്നല്ലേ, കഥ തിരക്കഥ സംഭാഷണം ശ്രീനിവാസൻ. ഇനി അങ്ങനെ എഴുതി കാണിക്കുന്നത് കാണാൻ പറ്റില്ലല്ലോ. അതെ, നമ്മൾ 90s കണ്ടും കേട്ടും വളർന്നവർ. ഇനി ആരുണ്ടാ? ഇന്നസെന്റ്, KPSC ലളിത, മാമുക്കോയ, ഇത് കിടിലൻ ആക്ടേഴ്സ് ആയിരുന്നല്ലേ. തിലകൻ, മുരളി, മണിച്ചേട്ടൻ. എന്തൊരു ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ആക്ടിങ്. അങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ഏത് വേഷം ചെയ്യാറ് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ നീ ശ്രീനിവാസനെ തന്നെ നോക്കിയേ, തലേനാമന്ത്രത്തിൽ ശ്രീനിവാസനല്ല മേഘത്തിലുള്ളത്, അതുപോലെ തന്നെ കഥ പറയുമ്പോൾ ശ്രീനിവാസനല്ല ഉദയനാണ് താരത്തിലുള്ളത്. ഭയങ്കര ഫ്ലെക്സിബിലിറ്റി അല്ലേ. ശരിയാ. അതെ, നമ്മൾ ഈ റീൽസ് കാണല്ലോ, അതേപോലെ അവർ ഏതെങ്കിലും വേൾഡിൽ ഇരുന്നിട്ട് അഭിനയിച്ച് തറക്കുണ്ടാവും. സത്യം, ഞാൻ ഇന്നലെ ചിന്തിച്ചുള്ളത്. ഞാൻ നോക്കട്ടേടാ. എന്ത് പോക്കണം? അല്ല, അമ്മയ്ക്കൊരു സോഫ വേണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മുടെ ധ്യാൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അമ്മ കുറേ ഒരു സോഫ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കണം. എന്നാൽ നീ മയൂരിലേക്കല്ലേ, അവിടെ ഭൂകമ്പം നടക്കണം. ഭൂകമ്പം? എടാ, ഭൂകമ്പ സെയില് ഈ വരുന്ന ഡിസംബർ 22, 23, 24 തീയതികളിൽ മയൂരിൽ ഡേ ആൻഡ് നൈറ്റ് ഭൂകമ്പ സെയിൽ നടക്കുന്നുണ്ട്. ആണോ? അത് നല്ല വിലക്കുള്ള സോഫ പിടിച്ചോ. അപ്പം എന്നാ മയൂരി പോവാ അല്ലേ? ഇറങ്ങാം. ഓക്കെ ഓക്കെ. ലാസ്റ്റ് സാധനം പറഞ്ഞില്ല കേട്ടോ, നീ അവിടെ പറഞ്ഞിട്ട് പോ.